തലസ്ഥാനത്തെ ഇന്നത്തെ മഴ അവധിയിൽ വ്യാപക പരിഹാസവും വിമർശനവും. വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകാൻ ഒരുങ്ങിയ ശേഷം ഇന്ന് രാവിലെ അവധി പ്രഖ്യാപിച്ച കളക്ടർക്കെതിരെയും വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയും വ്യാപക വിമർശനമാണ് ഉയർന്നത്. ഇരുവരുടെയും ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റിൽ രക്ഷിതാക്കളടക്കം പ്രതിഷേധം അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് അവധി പ്രഖ്യാപിച്ച തിരുവനന്തപുരം കളക്ടർ അനുകുമാരിക്കെതിരെ രക്ഷിതാക്കളുടെ രോക്ഷം ഫേസ്ബുക്കിലൂടെയാണ്. അവധി പ്രഖ്യാപിച്ചതിലല്ല, അത് അറിയിച്ചത് താമസിച്ചതിലാണ് കളക്ടറുടെ ഫേസ്ബുക്ക് പേജിൽ രക്ഷിതാക്കൾ പ്രതിഷേധം അറിയിക്കുന്നത്. ഇന്നലെ വൈകിട്ട് മുതൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു. രോക്ഷം നിയന്ത്രിക്കാനാവാതെ രക്ഷിതാക്കൾ അവധി പ്രഖ്യാപനം വൈകിയതിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. വൈകി വന്ന അവധി പ്രഖ്യാപനത്തിൽ കളക്ടറുടെ മറുപടി ഇങ്ങനെ: അവധി ഉള്ള കാര്യത്തിൽ നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ എപ്പോഴും യെല്ലോ അലേർട്ട് ആവുമ്പോഴത്തേക്ക് ഇത്രയും വെള്ളപ്പൊക്കം ഒക്കെ ഉണ്ടാവാറില്ല. നമുക്ക് ഇതുവരെ ലാസ്റ്റ് 14 months ഒരു പ്രാവശ്യം പോലെ അവധി കൊടുക്കാനുള്ള സാഹചര്യം വന്നില്ല. അതുകൊണ്ട് യെല്ലോ അലേർട്ട് ആവുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്നായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ രാവിലെ എണീറ്റ് എല്ലാ താലൂക്കുകളിൽ എങ്ങനെയാണ് സ്ഥിതി, മഴ നിലവിലും കൂടി പെയ്യുന്നുണ്ട്, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അത് രാവിലെ പിന്നീട് നമ്മൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ അടുത്ത് കൂടി സംസാരിച്ചിട്ട് അത് ഡിസിഷൻ എടുത്തിട്ട് 6:25 നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം കളക്ടർക്ക് മുൻപേ അവധി വിവരം ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ച വിദ്യാഭ്യാസ മന്ത്രിയെ പരാമർശിച്ചും കളക്ടറെ വിമർശിച്ചവരുണ്ട്. കളക്ടറുടെ ഫേസ്ബുക്കിൽ അവധി വിവരം വരുന്നതിനും 12 മിനിറ്റ് മുൻപേ വിവരം അറിയിച്ചത് വിദ്യാഭ്യാസ മന്ത്രി. എന്നിട്ടും വൈകി വന്ന പ്രഖ്യാപനത്തിൽ മന്ത്രിക്കുമുണ്ട് മറുപടി. 6:30-ക്കകം അവധി നിർദ്ദേശം നൽകിയെന്നും ഒരു സ്കൂളിൽ മാത്രമാണ് കുട്ടികൾ എത്തിയതെന്നും മന്ത്രി വി ശിവൻകുട്ടി. സാധാരണ മഴ പെയ്യുമ്പോൾ അവധി പ്രഖ്യാപിക്കാത്തതിന് വിദ്യാർത്ഥികളുടെ വിമർശനം നേരിടാറുള്ള കളക്ടർക്ക് അവധി നൽകിയിട്ടും താമസിച്ചതിന് രക്ഷിതാക്കളുടെ വിമർശനവും ഏറ്റുവാങ്ങേണ്ടി വന്നു. ജനം, തിരുവനന്തപുരം.